ഹായ് എവരി വൺ, അസ്സലാമു അലൈക്കും. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. ആൻഡ് ഞാനിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ജാനുവരി ലാസ്റ്റിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഒരു ലേഡീസ് കാശ്മീർ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഒന്നും രണ്ടും അല്ല, 40ഓളം ലേഡീസ് ആയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഒരു ട്രിപ്പായിരുന്നു ഇത്. ഇത് സന ആൻഡ് ടീമിൻ്റെ കൂടെ ആട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇവരിതുപോലത്തെ ഒരുപാട് ലേഡീസ് ഇവൻറ്റ്സ് കോർഡിനേറ്റ് ചെയ്യുന്നവരാണ് കേട്ടോ. സോ നമ്മൾ കാലിക്കറ്റിൽ നിന്നാണ് ജോയിൻ ചെയ്തത്. ഇത് എറണാകുളം ടു ഡൽഹി പോകുന്ന മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ആണ് കേട്ടോ. ഇനി ഒരു 2.5 ദിവസത്തേക്കുള്ള ലോങ് ജേണിയാണ് നമുക്കുള്ളത്. സോ നമ്മൾ ഒരു സ്റ്റേഷനിൽ നിന്ന് കയറിയ എല്ലാവരും തന്നെ അവിടുന്ന് പരിചയപ്പെടുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ എറണാകുളം മുതൽ കയറിയിട്ടുള്ള നമ്മളെ ടീമിലുള്ള ബാക്കി മെമ്പേഴ്സിനൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ടൈമിൽ ഒന്ന് സെറ്റായി മിങ്കിളായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ലോങ് ട്രെയിൻ ജേണിയിൽ ഒരു മെയിൻ വില്ലനായിട്ട് വരുന്നത് നമ്മുടെ ഫുഡ് തന്നെയാണ്. നമ്മൾ മാക്സിമം ഈ ഒരു 2.5 ദിവസത്തേക്കുള്ള ഫുഡ് പ്രീ പാക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കേടാവാത്ത ടൈപ്പ് ഓഫ് ഫുഡാണ് നമ്മൾ കൂടുതൽ കൊടുത്തിട്ടുള്ളത്. ചപ്പാത്തി, അതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കന് ഒക്കെ. പിന്നെ അന്നത്തെ ദിവസത്തേക്കായിട്ട് നോർമൽ ഫുഡും കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് കൊടുന്ന കാരണം നമ്മൾ മാക്സിമം ഓരോരുത്തരത് കഴിയുന്നതിനനുസരിച്ചാട്ടോ ബാക്കിയുള്ളവരത് ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ ഈ ഒരു ടൈം കൊണ്ട് തന്നെ എല്ലാവരും സെറ്റായി. പിന്നെ റീൽസ് എടുക്കാനുള്ള തത്രപ്പാടിലാട്ടോ. നമ്മൾ ഒരുപാട് എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഒരു ട്രിപ്പിന് വരിക. അപ്പോൾ അതിനനുസരിച്ചുള്ള റീൽസ് അടക്കം എല്ലാവരും സേവ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റീൽസൊക്കെ എടുക്കുന്നതുകൊണ്ടുള്ള ഒരു മെയിൻ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈം പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ടൈം ഇങ്ങനെ ഒരു 2.5 ദിവസമായി ട്രെയിനിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ മാക്സിമം റീൽസ് എടുക്കുക, മാക്സിമം നമ്മൾ ഓരോ ഗെയിംസ് കളിച്ചിട്ടും അന്താക്ഷരി കളിച്ചിട്ടൊക്കെ കേട്ടോ ടൈം കളഞ്ഞിരുന്നത്. പിന്നെ നമുക്ക് കിട്ടിയ ടീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ വൈബുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. എല്ലാവരും വന്നിട്ട് ഒരു 24 hours പോലും ആയിട്ടില്ല, നമ്മൾ അതിനുള്ളിൽ തന്നെ ഒക്കെ സെറ്റായി. നാൽപ്പത് പേരുള്ള ഈ ഒരു ലേഡീസ് ട്രിപ്പിൽ 25ഓളം പേരാട്ടോ നമ്മളുടെ കൂടെ ഇവിടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് ട്രെയിനിൽ വരുന്നത്. ബാക്കിയുള്ളവർ ഫ്ലൈറ്റിൽ ജമ്മുവിൽ നിന്നും അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്നായിട്ട് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നവരാണ്. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു 40 പേരുടെ ടീമായിട്ട് മാറുന്നത്. ഒരു ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ആളുകൾ കുറച്ചും കൂടിയും അടുത്ത് തുടങ്ങി, കുറച്ചും കൂടിയും ഒരു കണക്ഷൻ വന്നു തുടങ്ങിയിട്ട് നമ്മളുടെ ഇടയിൽ. പിന്നെ നമ്മളുടെ എല്ലാത്തിനായിട്ടും യൂസ്ഡ് ആയിട്ട് വന്നു. ആദ്യത്തിലൊക്കെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നമായിരുന്നു. പിന്നെ നമുക്ക് സ്ലീപ്പായാലും ഒക്കെ നമുക്ക് റെഡി ആയിട്ട് വന്നു കേട്ടോ. കാരണം ഫുൾ ടൈം നമ്മൾ ഈ ഒരു ട്രെയിനിലാണല്ലോ. രാവിലെയൊക്കെ ബ്രെഡ്, ബട്ടർ, ജാമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ മാക്സിമം ട്രെയിനിൽ നിന്നുള്ള ഫുഡ് നമ്മൾ കുറയ്ക്കാനാട്ടോ നോക്കിയിരുന്നത്. കാരണം നമുക്ക് അവിടെ എത്തുമ്പോഴേക്കും ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നോക്കണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഫുഡാട്ടോ യൂസ് ചെയ്തിരുന്നത്. ഈ ഒരു 2.5 ദിവസവും ലെമൺ റൈസ്, അതുപോലെ തന്നെ നെയ്യ് അധികം ഒഴിക്കാത്ത ഗീ റൈസും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരണമെങ്കിൽ 2-3 ദിവസം വരെ കേടാവാതെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. സോ അതിൻ്റെ കൂടെ വല്ല അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് വിശപ്പടക്കാനുള്ളതാവട്ടോ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് നമ്മളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഓൺലൈനായിട്ട് ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്റ്റേഷൻ ഏതാണോ അവിടേക്ക് അവർ ഫുഡ് ഡെലിവർ ചെയ്ത് തരും കേട്ടോ. പിന്നെ പോപ്പുലർ ആയിട്ടുള്ള ഷോപ്സിൽ നിന്ന് വാങ്ങാൻ വേണ്ടി നോക്കുക. അതായത് ഡൊമിനോസ്, KFC അങ്ങനത്തെ ഷോപ്സിൽ നിന്ന് വാങ്ങാൻ നോക്കുക. ബാക്കിയുള്ള റെസ്റ്റോറൻറ്റ്സിൻ്റെ ഫുഡിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ കേരളം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ ഏകദേശം 2 ദിവസത്തെ ട്രെയിൻ ജേണിക്ക് ശേഷം നമ്മൾ ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷനിലാണ് വന്നിറങ്ങിയിട്ടുള്ളത്. ഡൽഹിയിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുള്ള വെതറാണ് കേട്ടോ. ഈ ഒരു ജനുവരി, ഫെബ്രുവരി ടൈമിലൊക്കെ അത്യാവശ്യം ചെറിയൊരു തണുപ്പുള്ള ടെമ്പറേച്ചറാണ് ഇവിടെ ഉള്ളത്. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഒരു ഷെയർ ടാക്സി എടുത്തിട്ട് ഫ്രഷപ്പ് റൂംസിലേക്കാണ് പോകുന്നത്. ഈ ഫ്രഷപ്പ് റൂംസും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നതും ഈ ഒരു കോർഡിനേറ്റേഴ്സ് തന്നെയാണ്. ശരിക്കും നമ്മുടെ ട്രാവൽ പാക്കേജ് വരുന്നത് ജമ്മു ടു ജമ്മു ആണ് കേട്ടോ. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, നമ്മളുടെ ഈ ഒരു ട്രാവൽ ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ സ്ട്രേഞ്ചേഴ്സാണ്. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്നവരാണ് കേട്ടോ. സോ പല ഭാഗത്തു നിന്ന് വരുന്നവരാണ്, പല സ്വഭാവമുള്ളവരാണ്, പല ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ളവരാണ്. എന്നാലും നമ്മളെല്ലാവരും ഒരേ ടീമായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഇതാ ഫൈനലി നമ്മുടെ ഫ്രഷപ്പ് റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഫ്രഷപ്പ് റൂംസ് കേട്ടോ. രാവിലെ ഏകദേശം ഒരു 10 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ ഡൽഹിയിലെത്തിയത്. ഇനി രാത്രി 8 മണി വരെ ടൈമുണ്ട്. ഇതിനുള്ളിൽ വേണമെങ്കിൽ നമുക്ക് ഡൽഹി ഒന്ന് കവർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഷോപ്പിംഗ് ചെയ്യേണ്ടവർക്ക് ഷോപ്പിംഗ് ചെയ്യാം കേട്ടോ, വിൻ്റർ വെയേഴ്സൊക്കെ. നമ്മൾ നേരെ പോകുന്നത് ഡൽഹി ജുമാ മസ്ജിദിലേക്കാണ്. ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡൽഹിയിലുള്ള അട്രാക്ഷൻ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സോ നമ്മൾ ജുമാ മസ്ജിദ് കാണാനുള്ളവരെല്ലാവരും കൂടിയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അതിലങ്ങനെ പോവാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇമാജിനേഷനിലുള്ള ഒരു ഡൽഹിയും നേരിട്ട് റിയാലിറ്റിയിൽ കാണുന്ന ഡൽഹിയും കൂടിയിട്ട് വളരെ വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം നമ്മളൊക്കെ ഫസ്റ്റ് ടൈമാണ് ഡൽഹി കാണുന്നതൊക്കെ. അപ്പോൾ ശരിക്കും ഇന്ത്യയുടെ ഒരു റിയൽ ഫേസ് കാണുമ്പോൾ നമുക്ക് ചെറുതായി ഒരു വിഷമം തോന്നും. നമ്മുടെ കേരളമൊക്കെ എത്രയോ ബെറ്റർ ആണെന്നുള്ള കാര്യം തോന്നും കേട്ടോ. പക്ഷേ ജുമാ മസ്ജിദും കാര്യങ്ങളൊക്കെ അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ട് നടക്കണമെങ്കിൽ എത്ര ഭംഗിയുള്ള സംഭവങ്ങൾ നമ്മളുടെ ഇന്ത്യയിലുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും വിഷമം വരുന്നൊരു കാര്യമാണ് കേട്ടോ. നമ്മളൊരു 5 പേര് കൂടിയിട്ടാണ് ഒരു റിക്ഷ വിളിച്ചിട്ട് ഈ ഒരു ജുമാ മസ്ജിദ് കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. നമ്മളെ ടീമിലുള്ള പലരും പല ഭാഗത്തേക്കാട്ടോ പോയിട്ടുള്ളത്. സോ നമ്മൾ പിന്നാലെ നടന്നിട്ട് ഗൈഡൻസ് തരാനൊന്നും ആരുമില്ല. എല്ലാവരും നമ്മുടെ സ്വന്തം റിസ്കിലാണ് കേട്ടോ ഈ വരുന്നത്. ഇങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ നമുക്ക് നല്ലൊരു ധൈര്യം വരും. പുറത്ത് പോയിട്ട് എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ തന്നെ കണ്ടെത്തി മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെയാണ് കേട്ടോ ഇത്. ജുമാ മസ്ജിദിൻ്റെ മുന്നിൽ എത്ര നേരം ഇരുന്ന് അതിനെ നോക്കിയിരുന്നു കഴിഞ്ഞാലും ആ ഒരു ടൈം പോകുന്നത് നമുക്കറിയില്ല കേട്ടോ. അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇത്രയും ക്രൗഡഡ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു എന്തോ ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ വരണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സരോജിനി മാർക്കറ്റ്, അതുപോലെ തന്നെ മീന ബസാർ, അങ്ങനത്തെ ഒരുപാട് ബസാറുകൾ ഈ ഒരു ഡൽഹിയിലുണ്ട്. നമുക്ക് വിൻ്റർ വെയേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നല്ല ചീപ്പ് റേറ്റിൽ വാങ്ങാൻ വേണ്ടി പറ്റും കേട്ടോ. സോ മാക്സിമം നമുക്ക് ഇവിടുന്ന് വിൻ്റർ വെയേഴ്സ് വാങ്ങാം. നല്ല ക്വാളിറ്റിയുള്ള സാധനം 1 2 നമ്മുടെ കയ്യിൽ വെച്ചാൽ മതി കേട്ടോ. ബാക്കി നമുക്ക് ഫോട്ടോസ് എടുക്കുന്നതിൻ്റെയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഡൽഹിയിലുള്ള മാർക്കറ്റ്സിൽ വന്നിട്ട് എടുത്താലും കുഴപ്പമില്ല. അതിനുശേഷം പിന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നല്ല നോർത്ത് ഇന്ത്യൻ റൊട്ടിയും ബട്ടർ പനീർ മസാലയൊക്കെ കഴിച്ചിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നേരെ നമ്മളുടെ ഹോട്ടലിലേക്ക് വന്നു. ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ഈ കാണുന്നതെല്ലാം നമ്മൾ ലഗേജ് പാക്ക് ചെയ്യുന്നതാട്ടോ. എന്റെ കാലേറ്റം പൊട്ടിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞേക്കാ. ഡൽഹിയിലുള്ള റിക്ഷ ഡ്രൈവേഴ്സ് നമ്മളെ കൊണ്ടുവന്നത് കണ്ടു കഴിഞ്ഞാലും അവരുടെ ഡ്രൈവിങ് കണ്ടു കഴിഞ്ഞാലും ശരിക്കും നമ്മൾ പരലോകം വരെ കണ്ടുപോകട്ടോ. അത്രയും പേടിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും ആ ഒരു റിക്ഷയിൽ ഇരിക്കുന്നുണ്ടായിരുന്നത്. കാരണം അങ്ങനത്തെ ഡ്രൈവിംഗ് ആണ് ഇവരത് വരുന്നത്. ഒരു റിക്ഷ അടുത്ത റിക്ഷ മുട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. എപ്പോഴാണ് ഇടിക്കാമെന്നും എപ്പോഴാണ് ചെരിയാമെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. അങ്ങനെ കുത്തി നിറച്ചിട്ട് അവർ നമ്മളെ കൊണ്ടുവന്നത്. പക്ഷേ എന്നാലും ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. രാത്രിയിൽ ഒരു 10 മണിയോട് കൂടിയിട്ടാണ് നമുക്ക് ഇവിടുന്ന് ട്രെയിൻ വരുന്നത്. ഡൽഹി ടു ജമ്മു ട്രെയിൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു 11 മണിക്കൂറിൻ്റെ ജേണിയാണ് നമുക്കുള്ളത്. നമ്മളെല്ലാവരും ഫുള്ളി കവറപ്ഡ് ആയിട്ട് ഫുള്ളി ലെയേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് ഈ ഒരു ട്രെയിനിലേക്ക് കയറുന്നത്. കാരണം ജമ്മുവിലെത്തുമ്പോൾ ടെമ്പറേച്ചർ നല്ല കുറവായിരിക്കും. അത് കാരണം തന്നെ നമ്മുടെ ബോഡിക്ക് അതായിട്ട് അഡാപ്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തന്നെ ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ ട്രെയിനിൽ കയറുന്നത്. അങ്ങനെ വീണ്ടും നീണ്ട 11 മണിക്കൂറത്തെ ട്രെയിൻ ജേണി കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം ജമ്മുവിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ജമ്മുവിലെത്തുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് നന്നായി മനസ്സിലാവും. നമ്മളുടെ നോസൊക്കെ നന്നായിട്ട് ബ്രീത്ത് കിട്ടാത്ത പോലെ തോന്നുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായി നോസൊക്കെ കവർ ചെയ്തിട്ട് വേണം നമ്മളിവിടെ ഇറങ്ങാൻ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ലിഫ്റ്റോ എസ്കലേറ്റേഴ്സോ കാര്യങ്ങളോ ഉണ്ടാവില്ല. നമ്മളുടെ ലഗേജ് നമ്മൾ തന്നെ എടുത്തിട്ട് വേണം ഇത്രയും സ്റ്റെയർകേഴ്സും കാര്യങ്ങളും
കയറാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കോർഡിനേറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള ലഗേജ് മാത്രം നമ്മൾ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അതൊക്കെ കേട്ടിട്ട് തന്നെയാണ്, പക്ഷെ നമ്മൾ എത്ര പാക്ക് ചെയ്ത് കഴിഞ്ഞാലും ഓവർ പാക്ക് ആവുമല്ലോ. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. എൻ്റെ ലൈഫിലൊക്കെ നമുക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു ട്രിപ്പിലാണ് ഞാൻ എൻ്റെ കാര്യങ്ങളും എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കെടുത്ത് ഇത്രയും ഡേയ്സിലുള്ള ഒരു ട്രിപ്പിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ഇത് നമുക്കൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാട്ടോ ഇങ്ങനത്തെ ഒരു ലേഡീസ് ട്രിപ്പ് ആയാലും സോളോ ട്രിപ്സ് ആയാലും കാര്യങ്ങളായാലും. ഇനി നമ്മളുടെ യാത്ര കാശ്മീരിൻ്റെ ഉള്ളിലേക്കാണ്. കാശ്മീരിൻ്റെ ബ്യൂട്ടിയും മഞ്ഞും കാണാനുള്ള ഒരു യാത്രയാണ്. ഒരുപാട് ലേഡീസ് ഇതുപോലെ കാശ്മീർ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കുള്ള എല്ലാ ഗൈഡൻസും ടിപ്സും ഇനിയുള്ള വീഡിയോസിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.